കുമളി പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നടന്നു. നവീകരിച്ച ലാബ്, സ്പെഷ്യലൈസ്ഡ് ഡോക്ടർമാരുടെ OP, ഇ-ഹെൽത്ത് എന്നിവയാണ് പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടപ്പാക്കിയത്. കുമളി പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി സെബാസ്റ്റ്യൻ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കുമളി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ 24 മണിക്കൂറും ഡോക്ടറുടെ സേവനം ഉറപ്പുവരുത്തിക്കൊണ്ട് 64 ടെസ്റ്റുകൾ ചെയ്യാവുന്ന ലാബാക്കിയാണ് ഉയർത്തിയിരിക്കുന്നത്. ലാബിന്റെ സേവനം രാവിലെ 7 മുതൽ വൈകുന്നേരം 5 വരെയുമാക്കി. ലാബ് നവീകരണത്തിനായി 15 ലക്ഷം രൂപയാണ് പഞ്ചായത്ത് മുടക്കിയത്. ഇതിനു പുറമെ ആശുപത്രിയിലെ എക്സ്റേ യൂണിറ്റ് യാഥാർത്ഥ്യമാക്കി. സംസ്ഥാന ഗവൺമെന്റ് അനുവദിച്ച 4.5 കോടി രൂപ ഉപയോഗപ്പെടുത്തിയാണ് ഡോക്ടർമാരുടെ ക്വാർട്ടേഴ്സിന്റെ പണികൾ പൂർത്തീകരിച്ചത്. നവീകരിച്ച ലാബിന്റെ ഉദ്ഘാടനത്തിനു പുറമെ സ്പെഷ്യലൈസ്ഡ് ഡോക്ടർമാരുടെ OP, ഇ-ഹെൽത്ത് സംവിധാനം എന്നിവയും നിലവിൽ വന്നു. ആശുപത്രി എല്ലാ ബുധനാഴ്ചയും രാവിലെ 9 മുതൽ 2 വരെ പീഡിയാട്രിക് സേവനവും എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 9 മുതൽ 2 വരെ ENT സേവനവും ലഭ്യമാണ്. ഇ-ഹെൽത്ത് സംവിധാനം നിലവിൽ വന്നതോടെ ഓൺലൈൻ ബുക്കിംഗിനും ആരംഭം കുറിച്ചു. കുമളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM സിദ്ദീഖ് അധ്യക്ഷ വെച്ച യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി ഇല്ല എന്നുള്ള ഒരു പ്രശ്നം നമ്മുടെ ഈ കുമളി മേഖലയെ ഏറ്റവും വിഷമത്തിലാക്കുന്ന ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ പെട്ടെന്നൊരു അസുഖം വന്നാൽ പെട്ടെന്ന് ഒരു നല്ലൊരു സ്പെഷ്യലിസ്റ്റായ ഒരു ആശുപത്രി ഇല്ലാത്തതിൻ്റെ വിഷമങ്ങൾ ഒരുപാട് നമ്മൾ അനുഭവിച്ചിരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഓരോരുത്തരും. അങ്ങനെയുള്ള നമ്മുടെ ഒരു നല്ല രീതിയിൽ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് നല്ലൊരു ടെസ്റ്റിങ്ങും ഇത്ര അവസാനോളം ടെസ്റ്റുകൾ ചെയ്യാൻ പറ്റുന്ന ഒരു ആശുപത്രി നമ്മുടെ താലൂക്കാശുപത്രിക്ക് സമാനമായിട്ട് തന്നെ നമ്മളിവിടെ പ്രവർത്തനം ചെയ്തിട്ടുണ്ട്. പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് VK ബാബുക്കുട്ടി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV റെയ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നോളി ജോസഫ്, മറ്റു പഞ്ചായത്ത് അംഗങ്ങൾ, കുടുംബാരോഗ്യ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സാറ ആൻ ജോർജ്, ഹെൽത്ത് ഇൻസ്പെക്ടർ മാടസ്വാമി, CPI തെക്കൻ ലോക്കൽ സെക്രട്ടറി VJ ടൈറ്റസ്, വ്യാപാരി വ്യവസായി കുമളി യൂണിറ്റ് പ്രസിഡന്റ് മജോ കരിമുട്ടം എന്നിവർ യോഗത്തിൽ സംസാരിച്ചു. ഇടുക്കി വിഷൻ, കുമളി.